ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ധാരാവട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, നിങ്ങളുടെ എനർജി എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് നോക്കാം. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഐസൊലേഷൻ. ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ കുറേ അധികം ആൾക്കാർക്ക്. പോസ്റ്റ്പോൺമെന്റ്, ഹാർമണി, കംപ്ലീഷൻ, എക്സ്പീരിയൻസിങ്. നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് അത് പാസ്റ്റിലെ ഓർമ്മകൾ വന്ന് നിങ്ങളെ വിഷമിപ്പിക്കുന്നു എന്നാണ് കാണുന്നത്. അൺകോൺഷ്യസ്നെസ്, പ്ലേഫുൾനെസ് ആണ് അത് ബോട്ടം വന്നിട്ടുള്ളത്. കുറേയധികം ആൾക്കാർക്ക് നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നു. നിങ്ങളത് വീണ്ടും നിങ്ങൾ ചിലപ്പോൾ അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, പാസ്റ്റിലെ കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ പാസ്റ്റുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കാണുകയോ ആരെങ്കിലും ഫോൺ കോൾ ചെയ്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഇന്നലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ, കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വല്ലാതെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങളെ വേദനിപ്പിച്ച ഓർമ്മകളാണ്, നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയ ഓർമ്മകളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ശരിക്കും ഒരു പെയിൻ തരുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ രാത്രിയിൽ നിങ്ങൾ അങ്ങനെയുള്ള ചിന്തകളിൽ കിടന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ ആ പഴയ കാര്യങ്ങൾ ഓർത്ത് കിടന്നെന്തെങ്കിലും ആ കാര്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ശരിക്കും ഇതിനകത്ത് പിന്നെ ഒരു ഗിൽറ്റും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തോ ഒരു മിസ്റ്റേക്കും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പം എന്തെങ്കിലും കാര്യം പറഞ്ഞതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞതറിഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ അവിശ്വസിച്ചതായിരിക്കാം. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, മറ്റൊരാളുടെ രഹസ്യം നിങ്ങൾ വേറെ പുറത്ത് പറയുന്നു എന്നുള്ളൊരു അവിശ്വാസം നിങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഇതിൽ കൂടുതലും ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയിരുന്ന ആൾക്കാർ ഇപ്പോൾ അവർ വിശ്വസിച്ച് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ കാര്യം നിങ്ങൾ അബദ്ധവശാൽ ചിലപ്പോൾ അത് ആരോടെങ്കിലും പറഞ്ഞറിഞ്ഞതായിരിക്കും. പറഞ്ഞപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എതിരായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ആ വ്യക്തി ചിലപ്പം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ വന്ന് നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണമെന്ന് വിചാരിച്ചിരുന്ന സമയത്തായിരിക്കണം ഈ ഒരു കാര്യം അറിഞ്ഞത്. അപ്പം നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ചിലപ്പോൾ അത് പറഞ്ഞതായിരിക്കില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം വന്നപ്പോൾ, ആ ഒരു പറയേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ നിങ്ങളത് അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് നിങ്ങൾക്കിപ്പം നിങ്ങളെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്താനോ ഉള്ളൊരു കാരണമാക്കി ആ ഓപ്പോസിറ്റുള്ള വ്യക്തി എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പം അതൊക്കെ നിങ്ങളെ ചിലപ്പോൾ ഇന്നലെ രാത്രി ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പറഞ്ഞതും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഒരു സാഹചര്യത്തിൽ, ചിലപ്പോൾ മറ്റെല്ലാവരും സംസാരിച്ച കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടെ പറയേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പറഞ്ഞു പോയതായിരിക്കാം. പക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഇത്രയധികം പ്രശ്നങ്ങൾ വന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റ് വരാൻ കാരണം നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ എന്ന് വിചാരിച്ച് വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. ബാക്കി ശരിക്കും നിരപരാധിയായ ആൾക്കാരായിരുന്നു. പക്ഷേ ചെറിയൊരു അബദ്ധം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും
നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഏറ്റവും വേദനിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ശരിക്കും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു ഗിൽറ്റ് ഫീലിംഗ് ഇരിക്കുന്നു നിങ്ങളെന്നാണ് കാണുന്നത്. നിങ്ങളോട് ഒരു കരുണയും നിങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമത്തിലിരിക്കുന്നു, ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും മാറ്റി വെക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ശരിക്കും ഇന്ന് ചെയ്യേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ എനർജി ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ വിഷമത്തിലിരിക്കുന്നു എന്നാണ് കാണുക. അപ്പോൾ നോക്കട്ടെ അതെന്താണെന്ന് ഒന്നുകൂടി നോക്കാം. 8 of Pentacles, ഓരോ 7 of Swordsഉം ഓരോ Ace of Wands, 6 of Wandsഉം. കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾക്ക് വരാനുള്ള എന്തോ നന്മകൾ നിങ്ങളായിട്ട് നിങ്ങളുടെ ചെറിയ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഇല്ലാതായി പോയി എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് യഥാർത്ഥത്തിൽ ഇല്ലാതായി പോയതല്ല. നിങ്ങളെ എങ്ങനെ ഒഴിവാക്കാം എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് ഹൈലൈറ്റ് ചെയ്ത് അവർ ഒഴിവാക്കി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ ഒരു കുറ്റം പറയാം അങ്ങനെ വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു, അതിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കി. ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കിയതായിരിക്കാം, റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കിയതായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതൊരു ചീറ്റിംഗ് എനർജിയാണ്. മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ് കാണുന്നത്. നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു, ഒഴിവാക്കി, നിങ്ങളെ മേൽ കുറ്റം ഉണ്ടാക്കി ഒഴിവാക്കി എന്നാണ് കാണുന്നത്. ആ ഒഴിവാക്കിയ കാര്യത്തെക്കുറിച്ച് ഇന്നലെ നിങ്ങൾക്ക് ചിലപ്പം ഒരു വല്ലാത്ത ഒരു സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ വന്നിട്ടുണ്ടായിരിക്കാം ആ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച്. അപ്പം നിങ്ങൾ വളരെ വിഷമം തോന്നിയെന്നാണ്, ഐസൊലേറ്റഡ് ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പം ഈ ഒരു എനർജി കൊണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങണ്ട എന്ന് തോന്നിയിരിക്കുന്നുണ്ടായിരിക്കാം, വേറെ ആരെയും കാണണ്ട അങ്ങനെയൊക്കെ തോന്നി വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഹാർമണിയാണ്, കംപ്ലീഷനും എക്സ്പീരിയൻസും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകേണ്ട സമയമാണ് എന്നുള്ളതാണ്. നമ്മളെ വേണ്ടാത്ത വ്യക്തികളാണ് നമ്മളെ വിട്ടിട്ട് പോയത്. അതെപ്പോഴും മനസ്സിലാക്കുക. ഈ ഒരു കാര്യത്തിനല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ആ വ്യക്തികൾ നമ്മളെ വിട്ടിട്ട് പോകും. അപ്പോൾ ഇതൊരു കാരണം ഉണ്ടാക്കി വിട്ടിട്ട് പോയതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹം, ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ ഹരാസ് ചെയ്യുകയോ നിങ്ങളെ വിട്ടിട്ട് പോകുകയോ ഒന്നും തന്നെ ചെയ്യൂലായിരുന്നു. അപ്പോൾ ആ ഒരു ആളിന് നിങ്ങൾക്ക് അത്ര പ്രാധാന്യമേ നിങ്ങൾക്കുള്ളൂ. അത് മനസ്സിലാക്കുക. നിങ്ങളത് മനസ്സിലാക്കാതെയാണ് ഈ ഒരു കാര്യം ഇല്ലായിരുന്നെങ്കിൽ എന്നെ വിട്ടിട്ട് പോകില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക. ഈ ഒരു കാര്യം നടക്കേണ്ടത് മാത്രമാണ്, അത് നടന്നു കഴിഞ്ഞു. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒരു ചോയ്സ് ആയിട്ട് മാത്രം വയ്ക്കുന്ന ഒരാളാണ് നിങ്ങളെ വിട്ടിട്ട് പോയതെന്ന് മനസ്സിലാക്കി അത് വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. വേറെ പല കാര്യങ്ങളിലും നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. കാരണം സക്സസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് കംപ്ലീഷൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആ ഒരു ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾ തേർഡ് ഐയുടെ ഭാഗത്തു നിന്നാണ് ഒരു പീസ് ഓഫ് വേൾഡ് ഒരാളുടെ കയ്യിലുള്ളത്. അപ്പം ഈ ലോകത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അത് ഇപ്പം എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആയിരിക്കില്ല. കുറച്ച് ആൾക്കാർക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾക്കുള്ളൊരു ഭാഗ്യമുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ സന്തോഷിക്കുക. അല്ലാതെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എക്സ്പീരിയൻസിങ് ആണ്. പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇതിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ഹൃദയം ഓപ്പൺ ആയിരുന്നാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പം മറ്റുള്ളവരുടെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരാളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് വെച്ച് എല്ലാവരെയും വിലയിരുത്താതിരിക്കുക. അങ്ങനെയാണ് വളരെ ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് മോഡ് ഓഫാക്കി കളയുക ഇന്നത്തെ ദിവസം. പിന്നെ എലോൺലെസ്സും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒന്നുകിൽ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നാണ് കാണുന്നത്.
ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിന്ന് വേറെ ആരും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെറിയൊരു യാത്രയൊക്കെ പോയി അങ്ങനത്തെ ഒരു കാര്യം ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ചിലപ്പോൾ മനഃപൂർവ്വം അങ്ങനെ ചിലപ്പോൾ മറ്റുള്ളവരുടെ കൂടെ കൂടാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വലുതാക്കിയിരിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് പുറത്തിറങ്ങാതിരിക്കുന്ന ഒരാൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട്. പിന്നെ റിപ്പിനെസ്സാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, എന്നായാലും ഈ കൊഴിഞ്ഞു പോകേണ്ട കാര്യം കൊഴിഞ്ഞു പോകും എന്നുള്ളതാണ്. ഒന്നും സ്ഥായിയല്ല എന്നാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയം വരെ മാത്രമേ നമ്മളിലുണ്ടാവുള്ളൂ. അത് സ്നേഹമാകട്ടെ, പ്രണയമാകട്ടെ, അസുഖങ്ങളാകട്ടെ, എന്ത് തന്നെ ആയാലും നമ്മളെ വിട്ടിട്ട് പോകേണ്ട ഒരു സമയമാകുമ്പോൾ നമ്മളെ വിട്ടിട്ട് പോകും. അപ്പോൾ അതിൽ ഒരുപാട് ടെൻസ്ഡ് ആകാതിരിക്കുക. അപ്പോൾ ഒരു ഫലം അതിൻ്റെ ആ പാകമാകുന്നത് വരെ നിങ്ങളുടെ അതിൻ്റെ കൂടെ ഉണ്ടാകുള്ളൂ, ആ മരത്തിൻ്റെ കൂടെ ഉണ്ടാകുള്ളൂ എന്നാണ്. അത് കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് വിട്ടുപോകും. അപ്പോൾ ഈ ഒരു പെയിനും സ്വാഭാവികമായി തന്നെ വിട്ടുപോകും. ചില വ്യക്തികളും സ്വാഭാവികമായി വിട്ടുപോകും. അത് ഒരു ലോകത്തിൻ്റെ നിയമമാണത്, പ്രകൃതിയുടെ നിയമമാണത്, അത് മനസ്സിലാക്കുക. പിന്നെ സ്ട്രെസ്സാണ്. വീണ്ടും കുറേ ആൾക്കാർക്കും നിങ്ങൾ തന്നെ സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കൺട്രോളാണ്. നിങ്ങൾ തന്നെ സ്ട്രെസ് ഉണ്ടാക്കി പുറത്തുള്ള ചെറിയ കാര്യങ്ങളിൽ അതിൽ നിങ്ങൾ സ്ട്രെസ് ഉണ്ടാക്കി ഭയങ്കര വിഷമിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർ മനഃപൂർവ്വമായി തന്നെ ഉപദ്രവിക്കും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ ഒന്ന് മാറി നടക്കാൻ ശ്രമിക്കുക. ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇന്നത്തെ ദിവസം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. കാരണം ആരുടെയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാതിരിക്കുക. പിന്നെ കോൺഷ്യസ്നെസ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതൽ ഒരു പ്രാർത്ഥന മാത്രമല്ല, മെഡിറ്റേഷനിൽ ഇരിക്കാൻ ശ്രമിക്കുക. പ്രാണായാമം ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സ്ട്രെസ്സും നെഗറ്റിവിറ്റിയൊക്കെ മാറിപ്പോകാൻ പ്രാണായാമം നല്ലതാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം 2 തവണയെങ്കിലും കുറച്ച് സമയമെങ്കിലും ഒരു 5 to 10 minutes നിങ്ങൾ പ്രാണായാമം ചെയ്യാൻ ശീലിക്കുക. അപ്പം നമ്മളുടെ ഉള്ളിലെ ടോക്സിൻസ് ഒക്കെ പുറത്തു പോകും. അതൊന്നും വലിയ ഒരു പാടുള്ള കാര്യമില്ല. ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് ചിലവാക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീസായി പോകും എന്നാണ് കാണുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ സ്ട്രെസ്സുണ്ട്, അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഇരിക്കണം എന്നൊരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ മാറിപ്പോകണം എന്ന് തന്നെയാണ് പ്രാർത്ഥിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. 5 of Swordsൻ്റെ എനർജിയാണ്. ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മനസ്സിനാകെ ഒരു ആവശ്യമില്ലാത്തൊരു അസ്വസ്ഥതയാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ എന്തെങ്കിലും കേട്ടിട്ടൊരു അസ്വസ്ഥതയായിരിക്കാം. നിങ്ങളെ ചിലപ്പോൾ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ അവരോ ഹസ്ബൻഡോ ഒക്കെ നിങ്ങളെ എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇറിറ്റേറ്റഡ് ആകാതിരിക്കുക. ഇന്നത്തെ ദിവസം പുറത്തുള്ള എനർജി ഞാൻ എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. പുറത്തുള്ള നെഗറ്റിവിറ്റി നമ്മൾ എടുക്കാതിരിക്കുക. അപ്പോൾ ആവശ്യമില്ലാത്ത ആരുടെയും കാര്യങ്ങൾ കേൾക്കാതിരിക്കുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ ദിവസം വേണ്ട. കാരണം പുറത്തുനിന്നുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം അങ്ങനെ ചെയ്യാതിരിക്കുക. 7 of Cupsൻ്റെ എനർജിയാണ്. കുറേ ചോയ്സസ് ആണ്, കൺഫ്യൂഷനാണ്. അത് ചെയ്യണോ ഇത് ചെയ്യണോ, ഏതാണ് ശരി ഏതാണ് തെറ്റ്, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുക. നമ്മുടെ മുന്നിൽ ശരി കണ്ടാലും ഇത് ശരിയാണോ എന്ന് ചിന്തിക്കും, തെറ്റ് കണ്ടാലും നമ്മൾ ശരിക്കും ഇത് തെറ്റാണോ എന്ന് ചിന്തിക്കും. അങ്ങനത്തെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒരു കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കാണാതിരിക്കുക, അട്രാക്ട് ചെയ്ത് എടുക്കാതിരിക്കുക. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പ്രണയത്തെ നിങ്ങൾ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ ആ ഒരു പോസിറ്റീവ് വൈബിലേക്ക് മാറാൻ ശ്രമിക്കുക.
ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്, ഒരു മെൻ്റൽ ക്ലാരിറ്റിയാണ്. നിങ്ങൾ ചിന്തിച്ച് തലവച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊരു ക്ലാരിറ്റി കിട്ടുന്നൊരു സമയം കൂടിയാണ്. ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ആൾറെഡി നിങ്ങൾക്ക് കിട്ടേണ്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ശുഭവാർത്തകൾ കേൾക്കാൻ പറ്റും എന്നാണ്. ഒരു ട്രാവലിനെ കുറിച്ച് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ ക്ലിയർ ആവും, അങ്ങനെ കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളൊന്ന് ആക്ഷൻ എടുക്കുക, ഒരു ഹാപ്പി മൂഡ് ഓൺ ആക്കുക, അതേ മാത്രമേ രക്ഷയുള്ളൂ. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്, ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗൈഡൻസ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് എന്തെങ്കിലും തരത്തിൽ മാച്ച് ആകുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കാണുമ്പം, കാരണം അത് നമ്മളൊരു എനർജി എക്സ്ചേഞ്ച് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.